മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ തരം താഴ്ന്നൊരു ദിവസമാണ് ഇന്ന്. ഒരു 1-2 മണിക്കൂറായി ബിഗ് ബോസ് ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ ആ തരത്തിലുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വൈൽഡ് കാർഡുകൾ ഹൗസിനുള്ളിൽ കയറിയപ്പോൾ മുതൽ തുടങ്ങിയ അല്ലെങ്കിൽ പുകഞ്ഞു തുടങ്ങിയ കുറച്ച് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ആളിക്കത്തിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജിസയിലും ആര്യനും തമ്മിൽ കിസ് ചെയ്തത് അനുമോള് കണ്ടു എന്നാണ് പ്രശ്നം. ഇത് ആദ്യം തുടങ്ങിയത് മസ്താനിയാണ്. നിങ്ങൾ പുതുപ്പിനിടയിൽ കിടന്ന് കാണിക്കുന്നത് എന്താണെന്നൊക്കെ ഞാൻ കണ്ടതാണ് എന്ന് മസ്താനി ഇന്നലെ ജിസേലിനോട് പറഞ്ഞിരുന്നു. കൂടാതെ ഇന്ന് പ്രവീണും ആര്യനും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകുമ്പോഴും പ്രവീണും പറയുന്നത് പുതപ്പിനടിയിൽ കിടക്കുന്നതല്ലാതെ നീ എന്ത് കണ്ടന്റാണ് ഇവിടെ കൊടുക്കുന്നതെന്ന്. ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ആര്യനും ജിസയിലും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഓപ്പോസിറ്റ് ആണ് കിടക്കുന്നത്. ആര്യൻ്റെ കാൽഭാഗത്തായിരിക്കും ജിസയിൽ തല വെച്ച് കിടക്കുന്നത്. ഒരു 1-2 ദിവസമൊക്കെ അവർ ഫേസ് ടു ഫേസ് കിടന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി 24/7 കാണുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഇതുവരെ ജിസയിലും ആര്യനും കിസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പിന്നെ മസ്താനി പറയുന്ന ഈ ഒരു ക്ലിപ്പ്, അതായത് അനുമോളുടെ കിറ്റ് കാണാതെ പോയ ആ ദിവസത്തെ ആ ക്ലിപ്പ് ഞാനും കണ്ടിരുന്നു. ആ ഒരു ക്ലിപ്പ് കാണുമ്പോൾ ആർക്കായാലും ഒരു സംശയം തോന്നാം. പക്ഷെ അതൊരു സംശയം മാത്രമാണ്, തെളിവില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. അനുമോളുടെ കിറ്റ് കാണാതെ പോയ ആ ദിവസം അനുമോള് വന്ന് ആര്യനെ വിളിച്ചേൽപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ജിസയിലും ആര്യനും എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആണെങ്കിലും ഒരു ഡൗട്ടൊക്കെ തോന്നും. പക്ഷെ അതിലൊരു ഉറപ്പില്ല. പിന്നെ അനുമോള് ആദ്യം ജിഷിൻ ചോദിക്കുമ്പോൾ കിറ്റ് കാണാതെ പോയ ആ ദിവസമാണ് കിസ് ചെയ്തത് കണ്ടതെന്ന് പറയുന്നു. പിന്നീട് പറയുന്നു അതിൻ്റെ പിറ്റേ ദിവസമാണെന്ന്. അങ്ങനെ അനുമോള് 1-2 തവണ കാര്യങ്ങൾ മാറ്റി പറയുന്നുണ്ട്. കൂടാതെ ഇന്നലെ ലൈവ് കണ്ടവർക്കറിയാം, ഇന്നലെ രാത്രി അനുമോള് ഷാനവാസിനോടും ഒനീലിനോടും അഭിലാഷിനോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ പുതപ്പിനടിയിലെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അനുമോള് പറയുന്നത് ഞാനിത് പലതവണ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു ഡൗട്ടായിരുന്നു, ഇനി എൻ്റെ തോന്നലാണോ. മസ്താനി പറഞ്ഞപ്പോഴാണ് അത് എനിക്ക് ഉറപ്പായത്. ശൈത്യം ഇത് കണ്ടിട്ടുണ്ട്, ശൈത്യം അതെന്നോട് പറഞ്ഞതാണ് എന്ന് അനുമോള് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ സംഭവം നടന്ന സമയത്ത് ശൈത്യ പറയുന്നത് ശൈത്യ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. 2 വ്യക്തികൾ, അതായത് ആണും പെണ്ണും ആയിക്കോട്ടെ, പുതപ്പിനുള്ളിൽ കിടന്ന് എന്ന് കരുതി എന്താണ് പ്രശ്നമെന്ന് ശൈത്യ തന്നെ അനുമോളോട് ചോദിക്കുന്നുണ്ട്. അതിന് അനുമോള് പറയുന്നത് കിറ്റ് പോയതിൻ്റെ പിറ്റേ ദിവസമാണ് അവർ കിസ് ചെയ്യുന്നത് കണ്ടത്. കിറ്റ് പോയെന്ന് അവർ ഫേസ് ടു ഫേസ് ആണ് കിടന്നത്. പക്ഷേ അപ്പോൾ എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. കിറ്റ് പോയതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ കിസ് ചെയ്യുന്നത് കണ്ടത്. ആ സമയത്ത് ശൈത്യ എൻ്റെ ബെഡിലില്ല, അതുകൊണ്ട് ശൈത്യ അത് കണ്ടിട്ടില്ല, ഞാൻ മാത്രമാണ് കണ്ടതെന്നാണ് ഇപ്പോൾ അനുമോള് പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിന് അനുമോൾക്ക് സപ്പോർട്ടായി മസ്താനിയും ജിഷിനും അഭിലാഷും എല്ലാം എത്തുന്നുണ്ട്. ബാക്കി എല്ലാവരും നമ്മുടെ ജിസേലിനും ആര്യനും സപ്പോർട്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഞാനും സപ്പോർട്ട് ചെയ്യുന്നത് ആര്യൻ അല്ലെങ്കിൽ ജിസേലിനെ തന്നെയാണ്. അവർ കിസ് ചെയ്തോ കിസ് ചെയ്തില്ലയോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ കിസ് ചെയ്താൽ തന്നെ ആർക്കാണ് കുഴപ്പം? അവർ പ്രായപൂർത്തിയായവരാണ്, കുഞ്ഞു കുട്ടികളൊന്നുമല്ല. 2 പേർക്കും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ പരസ്പര സമ്മതത്തോടെ ആർക്ക് വേണേലും കിസ് ചെയ്യാം. അതിപ്പോൾ ചോദ്യം ചെയ്യാൻ അനുമോൾക്കെന്നല്ല ആ ഹൗസിൽ ആർക്കും അവകാശമില്ല. അതൊന്നും അറിയാതെയാണ് ഈ അനുമോളും മസ്താനിയുമൊക്കെ ഈ ഒരു വിഷയം എടുത്ത് ഇവിടെ ഇട്ടിരിക്കുന്നത്. അവർ ഹഗ് ചെയ്യും, കിസ് ചെയ്യും, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതൊന്നും ചോദ്യം ചെയ്യാൻ പോകേണ്ട ആവശ്യമേ ഇല്ല. അതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളാണത്. എന്തായാലും ഈ കാര്യത്തിൽ അക്ബറും ഒനീലും പറയുന്നതിനോടാണ് ഞാൻ യോജിക്കുന്നത്. പിന്നെ ഇത്രയും പേര് ജിസേലിനോടും ആര്യനോടും മാറി മാറി ചോദിക്കുമ്പോൾ അവർ ഉറപ്പ് പറയുന്നുണ്ട്, ഞങ്ങൾ 2 പേരും അങ്ങനെ വൃത്തികെട്ട ഒരു കാര്യവും പുതപ്പിനടിയിലിരുന്ന് ചെയ്തിട്ടില്ല. അവരത്രയും ഉറപ്പ് പറയുന്നു. ഇനി ഇൻ കേസ് അവർ ചെയ്തെങ്കിൽ തന്നെ, കിസ് ചെയ്തെങ്കിൽ തന്നെ അതിനിപ്പോൾ അനുമോൾക്ക് എന്താണ്? അനുമോൾക്കോ മസ്താനിക്കോ വേറെ ആർക്കും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശവുമില്ല. ഇതിപ്പോൾ ജിസേലിനെതിരെ വന്നൊരു കേസായതുകൊണ്ട് അത്രയും സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ജിസേൽ. അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആകെ ആര്യൻ മാത്രമാണ് ഫയർ ചെയ്യുന്നതും റിയാക്ട് ചെയ്തതൊക്കെ. ജിസേൽ വീക്കെൻഡ് എപ്പിസോഡാവട്ടെ, ലാലേട്ടൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് തന്നെ ഇരിക്കുകയാണ്. ഇൻ കേസ് ഈ സമയത്ത് ജിസേലാണ്
അനുമോൾ ഇതുപോലെ ഒരു മെയിൽ കണ്ടസ്റ്റൻറ്റിനെ ഉമ്മ വെച്ചത് കണ്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്താകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ചെറിയ കാര്യത്തിന് വരെ കരഞ്ഞ് വഴക്കുണ്ടാക്കി വലിയ പ്രശ്നമുണ്ടാക്കുന്ന അനുമോളോട് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ബിഗ് ബോസ് ഹൗസ് തന്നെ അനുമോൾ തലകുത്തി വെച്ചേനെ. അങ്ങനെ ആക്കുമായിരുന്നു അനുമോൾ. എന്തായാലും ആ കാര്യത്തിൽ ജിസേലിനെ സമ്മതിക്കുക തന്നെ വേണം. വളരെ ബോൾഡായിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്തത്. അക്ബർ സംസാരിക്കേണ്ട, നമുക്ക് ലാലേട്ടൻ വരട്ടെ, വീക്കെൻഡ് എപ്പിസോഡ് ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് മിണ്ടാതെ അവിടെ ഇരിക്കുകയായിരുന്നു ചെയ്തത്. ചില സന്ദർഭങ്ങളിൽ കൺട്രോൾ പോയി പ്രതികരിക്കുന്നു എന്നല്ലാതെ വയലൻ്റ് ആയിട്ട് ഒരു വാക്കുപോലും ജിസേൽ പറഞ്ഞില്ല. ജിസൈൽ ഒരു പെൺകുട്ടിയാണ്. ഈ ഷോയിൽ നിന്നും പുറത്തിറങ്ങിയാലും ജിസൈലിനൊരു ലൈഫുണ്ട്. അതുപോലെ തന്നെയാണ് ആര്യനും. ആര്യൻ 23 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനാണ്. അവനും ഒരു ലൈഫുള്ളതാണ്. അപ്പോൾ ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുന്നത് വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഒരാണും പെണ്ണും ഒരുമിച്ച് കിടക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അത് നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതി കാരണമാണ്. അത് നമ്മുടെ സൊസൈറ്റിയുടെ കൂടിയാണ്. കാരണം സൊസൈറ്റിയിൽ നിന്നും നമ്മൾ ആ ഒരു രീതിക്കാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അനുമോൾക്ക് സപ്പോർട്ടായി എത്തിയ ജിഷിൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കിറ്റ് പോയ ആ ദിവസം അനുമോള് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ആര്യനും ജിസയിലും ഫേസ് ടു ഫേസ് ആണ് കിടന്നത്. അതാണ് ഞാൻ കണ്ടതെന്ന്. കിസ് ചെയ്തത് കണ്ണുകൊണ്ട് കാണാത്ത വ്യക്തി എങ്ങനെയാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഫേസ് ടു ഫേസ് കിടന്നു എന്ന് കരുതി അവർ തമ്മിൽ തെറ്റുകൾ സംഭവിച്ചെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഒന്നാമത്തെ ദിവസം മുതൽ അവർ ഒരു ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. അന്നൊന്നും ഉണ്ടാകാതിരുന്ന ഒരു പ്രശ്നം ഇപ്പോൾ വൈൽഡ് കാർഡ് വന്ന് കയറിയപ്പോൾ എങ്ങനെയാണ് ഉണ്ടായതെന്നും നമുക്കറിയില്ല. പ്രത്യക്ഷത്തിൽ ആര്യൻ്റെയും ജിസേലിൻ്റെയും ഭാഗത്ത് ഒരു തെറ്റുള്ളതായി എനിക്ക് തോന്നുന്നില്ല. കണ്ണുകൊണ്ട് ആ കാര്യം കാണാത്തതുവരെ ഇതൊരു ആരോപണം മാത്രമാണ്. പിന്നെ ജിസേൽ കുറച്ച് മോഡലാണ്, കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ധരിക്കാറുണ്ട്. അങ്ങനെ ഡ്രസ്സിൻ്റെ പേരിൽ ആ വ്യക്തിയെ നെഗറ്റീവായി കാണാൻ സാധിക്കില്ല. കാരണം എന്തിനും വഴങ്ങിത്തരുന്ന ഒരാളാണെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ആ തരത്തിലുള്ള സംസാരം അനുമോള് പലതവണ നടത്തിയിട്ടുണ്ട്. ആണുങ്ങളെ മയക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ് അവൾ. ഷാനവാസിൻ്റെ അടുത്ത് ജിസേൽ കളിച്ചും ചിരിച്ചും സോപ്പിട്ട് നിൽക്കുകയാണ്. ആ രീതിക്കൊക്കെ ഡ്രസ്സിങ് വെച്ച് വിലയിരുത്തുന്നതും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആ കാര്യം റെന ഫാത്തിമയും പറയുന്നുണ്ട്. അതായത് ജിസേലിനും ആര്യനും ഒരു ടാസ്ക് കൊടുത്തിരുന്നു. ആ സമയത്ത് അവരൊരു ഹിന്ദി പാട്ടുപാടി അഭിനയിക്കുന്നുണ്ട്. ആ അഭിനയത്തിൽ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ ജിസേലിനെ വേറൊരു രീതിയിലാണ് ഇവിടെയുള്ള പലരും കാണുന്നതെന്ന്. ജിസേൽ ഒരു ആക്ടറാണ്. അതുപോലെ തന്നെ ആര്യനും ആക്ടിങ്ങിൽ ഇതുപോലെ ഹഗ്ഗൊക്കെ വളരെ സാധാരണമാണ്. പിന്നെ കുറച്ചും കൂടി മോഡേണായ ചിന്താഗതിയാണ് ജിസേലിൻ്റേതൊക്കെ. അതുകൊണ്ട് അവർക്ക് ആ ഒരു പ്രശ്നമുണ്ടാവില്ല. പിന്നെ ഹഗ്ഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ആ ഒരു ആക്ട് നടന്നതിൻ്റെ പേരിലും നമുക്ക് ജിസേലിനെ തെറ്റായ രീതിയിൽ കാണാൻ സാധിക്കില്ല. പിന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചൊരു വ്യക്തിയാണ് മസ്താനി. എന്നാൽ മസ്താനി ഇപ്പോൾ പറയുന്നത്, ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ബിഗ് ബോസ്. ഇത് ഫയർ ആകണം, വേൾഡ് ഫയർ ആകണം, അതാണ് എൻ്റെ ആഗ്രഹമെന്ന്. മസ്താനിയൊക്കെ എന്തുദ്ദേശിച്ചാണ് ഈ ടോപ്പിക്ക് ഇത്രയും ഫയർ ആക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് തിരിച്ചടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഇത് അനുമോൾക്കും അനുമോളെ സപ്പോർട്ട് ചെയ്തവർക്കും തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ പറയുകയാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഒരു തേങ്ങയും ഇല്ലെന്ന് പറഞ്ഞാൽ അനുമോളൊക്കെ എന്തു ചെയ്യും? ഇപ്പം ഉണ്ടാക്കിയ ഈ അപമാനം മാറ്റിക്കൊടുക്കാൻ സാധിക്കുമോ? ആരും ചിന്തിക്കാതെയാണ് ഈ ഒരു വിഷയം എടുത്തിട്ടിരിക്കുന്നത്. കാരണം ഇതൊക്കെ ഒരാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതിൽ മൂന്നാമതൊരു വ്യക്തിക്ക് കയറി ഇടപെടാൻ സാധിക്കില്ല. എന്തായാലും ഇനി ഇത് പ്രൂവ് ചെയ്യേണ്ടത് ലാലേട്ടനും ബിഗ് ബോസിൻ്റെ ക്രൂവുമാണ്. എന്തായാലും അതിനുവേണ്ടി നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് വരെ കാത്തിരിക്കാം. ഇപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഈ കാര്യത്തിൽ എന്തായാലും 100% ഞാൻ ജിസേലിൻ്റെയും ആര്യൻ്റെയും ഒപ്പമാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.